കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. മലയാളമാണ് നോക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന 6 പ്രവർത്തനങ്ങളിൽ 1ാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1ാമത്തെ പ്രവർത്തനം നോക്കാം. ഗദ്യഭാഗം വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ച ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗദ്യഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ടോൾസ്റ്റോയുടെ മുന്തിരി എന്ന കഥ കൂട്ടുകാർ പഠിച്ചല്ലോ. നമ്മൾ പഠിച്ച കഥയാണല്ലേ. ഇതാ മറ്റൊരു മുന്തിരി കഥ. നല്ല പഴുത്ത മുന്തിരിങ്ങയുടെ മണം. കൊതിയൻ കുറുക്കന് സന്തോഷമായി. അവന്റെ വായിൽ വെള്ളമൂറി. അവൻ പമ്മി മുന്തിരിത്തോട്ടത്തിലെത്തി. മുന്തിരിക്കുലയെല്ലാം വളരെ ഉയരത്തിലാണ്. എങ്ങനെ കിട്ടും? കുറുക്കന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. കൊതിയാണെങ്കിൽ അടക്കാനും വയ്യ. അവൻ മുന്തിരിക്കുരക്കു നേരെ പലവട്ടം ചാടി. പക്ഷേ ചാടിയിട്ടും രക്ഷയില്ല. അവസാനം നിരാശനായ അവൻ സ്വയം പറഞ്ഞു, മുന്തിരിക്ക് ഭയങ്കര പുളിയാണ്. പതുങ്ങി എന്ന അർത്ഥത്തിൽ കഥയിൽ പ്രയോഗിച്ച പദം ഏത്? അപ്പൊ ഇതാണ് തന്നിട്ടുള്ള ഗദ്യഭാഗം. ഇതിലെ 1ാമത്തെ ചോദ്യമാണ് പതുങ്ങി എന്ന അർത്ഥത്തിൽ കഥയിൽ പ്രയോഗിച്ച ഭാഗം. പദം ഏതാണ്? എത്തും പിടിയും പമ്മി വെള്ളമൂറി അടക്കാൻ വയ്യ. ഏതായിരുന്നു? പമ്മി എന്നുള്ളതാണ് പതുങ്ങി എന്നതിന് അർത്ഥമായിട്ടുള്ള പദം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വായിൽ വെള്ളമൂറി എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ത്? നിരാശനായി, ദാഹം കൊണ്ട് വലഞ്ഞു, ക്ഷീണിതനായി, കൊതിയായി. എന്താണ്? വായിൽ വെള്ളമൂറ എന്ന് പറഞ്ഞാൽ കൊതിയായ എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി താഴെ പറയുന്നവയിൽ കഥയിൽ ഇല്ലാത്ത വാക്ക് ഏത്? പലവട്ടം, സന്തോഷമായി, പഴുത്ത, കലശലായ. ഏതാണ്? പലവട്ടം, സന്തോഷമായി, പഴുത്ത. ഇതൊക്കെ ആ ഗദ്യഭാഗത്ത് പറയുന്നുണ്ട് അല്ല, കഥയിൽ പറയുന്നുണ്ട്. പക്ഷേ ഓപ്ഷൻ ഡി ആയ കലശലായ എന്ന പദം പറയുന്നില്ല. അപ്പം അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് 4ാമത്തേത്. സ്വയം പറഞ്ഞു എന്നതിന് പകരം ഉപയോഗിക്കാവുന്നത്. സ്വയം പറഞ്ഞു എന്നതിന് പകരം തനിയെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, പതുക്കെ പറഞ്ഞു, പിറുപിറുത്തു. ഏതാണ്? തനിയെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വയം പറഞ്ഞു. തനിയെ എന്ന് പറഞ്ഞാൽ സ്വയം എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 5ാമത്തേത്. ഈ കഥയ്ക്ക് യോജിക്കുന്ന പഴഞ്ചൊല്ല് താഴെ കൊടുത്തതിൽ ഏതാണ്? എടുത്തുചാട്ടം മിടുക്കു കാട്ടാൻ, എടുകുടുക്കെ ചോറും കറിയും, കിട്ടാത്ത മുന്തിരി പുളിക്കും, എങ്ങനെ വീണാലും മൂക്കും മേലെ. ഏതാണ്? കിട്ടാത്ത മുന്തിരിയും പുളിക്കും എന്നുള്ളതാണ്. അഥവാ സി ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി പ്രവർത്തനം 2 നോക്കൂ. പത്രവാർത്തയാണ്. കറുകപ്പുൽ മൈതാനത്ത് കാനനോത്സവം നടക്കുകയാണ്. ഫാഷൻ ഷോ, പാട്ട് മത്സരം, നൃത്തം, അമറൽ മത്സരം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുഞ്ഞുക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിച്ചു. ചിന്നക്കുയിൽ കൺവീനറായി. ഈ പരിപാടിയെക്കുറിച്ച് പിറ്റേ ദിവസത്തെ വനശബ്ദം പത്രത്തിൽ വന്ന വാർത്ത തയ്യാറാക്കുക. പാഠഭാഗത്തെ സൂചനകൾ കൂടി പ്രയോജനപ്പെടുത്തുമല്ലോ. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഒരു പത്രവാർത്തയാണല്ലേ. അപ്പൊ ഈ പരിപാടിയെ കുറിച്ചിട്ടുള്ള ഒരു പത്രവാർത്തയാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കേണ്ടത്. എങ്ങനെ എഴുതാം? കുറുങ്കത്തുൽ തൊടിയിൽ കാനനോത്സവം. കടുകപ്പുൽ കാട്ടിൽ ആഘോഷത്തിന്റെ പൂത്തിരി കത്തിച്ച് കാട്ടുകലോത്സവം അരങ്ങേറി. സംഗീത ദിനത്തോടനുബന്ധിച്ച് കാനനോത്സവം സംഘടിപ്പിച്ചത്. കലാമേളയുടെ അധ്യക്ഷത വഹിച്ചത് കുഞ്ഞിക്കുരുവിയും കൺവീനർ ചിന്നുക്കുയിലും ആയിരുന്നു. ഫാഷൻ ഷോ, നൃത്തം, അമറൽ മത്സരം തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കാനനോത്സവം എന്ന ആശയം അവതരിപ്പിച്ച കുഞ്ഞരിപ്രാവിനെ തളിരില അണിയിച്ച് സൂചിക്കൊമ്പൻ ആദരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു പത്രവാർത്ത തയ്യാറാക്കേണ്ടത്. എന്തൊക്കെ സംഭവങ്ങളാണോ അവിടെ അരങ്ങേറിയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ അവിടെ പറയണം. ഇനി ഇതിലെ ബി ചോദ്യം. കൂട്ടത്തിൽ പെടാത്ത പദം ഏത്? വനം, കാനനം, കാട്, തരു. ഏതൊക്കെയാണ്? വനം, കാനനം, കാട്, തരു. ഈ 4 പദങ്ങളാണുള്ളത്. ഇതിലെ കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയുന്നത് തരു എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം ഒരേ മീനിങ് ആണ്. വനം, കാനനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കാട് എന്നാണ് അർത്ഥം. ഇനി പ്രവർത്തനം 3 നോക്കൂ. വിവരണം തയ്യാറാക്കാം. ചിത്രങ്ങൾ നോക്കൂ. ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 കലാരൂപങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് നമുക്ക് എഴുതാം. ഇവിടെ കഥകളിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു കേരളീയ കലാരൂപമാണ് കഥകളി. കൊട്ടാരക്കര തമ്പുരാൻ രൂപം നൽകിയ
രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം. കഥാപാത്രത്തിന്റെ സ്വഭാവം അനുസരിച്ച് കഥകളിയിലെ വേഷവിഭജനം പച്ചക്കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ് കഥകളി വേഷങ്ങൾ. അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട് എന്നിവയാണ് കഥകളിയുടെ ആരംഭത്തിലുള്ള പ്രധാന ചടങ്ങുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, തുള്ളൽ എന്ന കലാരൂപം എത്ര വിധമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര വിധമാണ്? 3 വിധമാണ് തുള്ളൽ എന്ന കലാരൂപം ഉള്ളത്. ഇനി പ്രവർത്തനം 4, കവിത പൂർത്തിയാക്കാം. ചാറി ചാറി പെയ്യുന്നു, പാടത്തെല്ലാം പെയ്യുന്നു, മലയുടെ മുകളിൽ പെയ്യുന്നു, ഇടിയും മിന്നലും പൊടിപൂരം. 4 വരി കൂടി കൂട്ടിച്ചേർത്ത് കവിത പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? നമുക്ക് 4 വരി എങ്ങനെ എഴുതാം? വിത്തുകളൊക്കെ മുളക്കുന്നു, തവളകൾ ചാടി മരിക്കുന്നു, പുഴവെള്ളത്തിൽ പുതുവെള്ളത്തിൽ ചാടാൻ കുട്ടികൾ എത്തിപ്പോയി. ഇങ്ങനെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട 4 വരി കൂടെ എഴുതി ചേർക്കാം. ഇനി പ്രവർത്തനം 5 സംഭാഷണമാണ്. അപ്പാണിയത്തിന് പോയ പലഹാര കൊതിയന്മാരായ മണിയന്റെയും ചോണന്റെയും കഥ കൂട്ടുകാർ പഠിച്ചല്ലോ. ആ യാത്രയിൽ അവർ തമ്മിൽ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചിരിക്കും? സങ്കല്പിച്ചെഴുതൂ. എന്തൊക്കെയായിരിക്കും? ചോണൻ പറയാണ്, നെയ്യലുവ, മഞ്ഞലുവ, ചോന്നലുവ ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. പിന്നെ എന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാവുക? മണിയൻ, നീ പറഞ്ഞ പലഹാരങ്ങളൊന്നും ഞാൻ കേട്ടിട്ടു കൂടിയില്ല. അപ്പോൾ ചോണൻ പറയാണ്, ഒരു തവണ അപ്പാണത്തിന് പോയാൽ പിന്നെ എല്ലാ വർഷവും പോകും. അപ്പോൾ മണിയൻ പറയാണ്, ഞാൻ ആദ്യം ഓർത്തു നീ ഒരു മണ്ടനായതുകൊണ്ടാ ഇത്രയും ദൂരം പോകുന്നേന്ന്. ചോണന്, ഇത്രയേറെ പലഹാരങ്ങൾ രുചിക്കാനുള്ള അവസരം പാഴാക്കിയാൽ അതാകും മണ്ടത്തരം എന്ന് പറയാണ്. ഇനി അടുത്തത് 6 അവസാനത്തെ പ്രവർത്തനം ഒരു നോട്ടീസ് എഴുതാനാണ്. ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നു എന്ന് കരുതൂ. ഈ പരിപാടിയുടെ നോട്ടീസ് തയ്യാറാക്കുക. അപ്പോൾ നോട്ടീസ് എങ്ങനെ എഴുതണം നമുക്ക്? നമ്മുടെ നാടിനെ ശുചിത്വമുള്ള നാടാക്കി മാറ്റാൻ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് 2024 ഓഗസ്റ്റ് 15 മാനാംവട്ടം UP സ്കൂളിൽ സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ മണ്ണും വെള്ളവും മലിനമാകാതിരിക്കാനും ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ജീവിതം സ്വാഭാവികമായി നിലനിർത്താനും ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെയ്യുന്ന സേവനം വിലമതിക്കാനാകാത്തതാണ്. ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി ഇതിൽ AB ചോദ്യം, പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന 2 വസ്തുക്കളുടെ പേര് കൂടി എഴുതുക. എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് ബാഗുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകൾ, അല്ലേ? അതുമല്ലെങ്കിൽ എന്തെഴുതാം നമുക്ക്? പ്ലാസ്റ്റിക് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ അവിടുന്ന് ശേഖരിക്കുന്നത്? വേസ്റ്റുകൾ, അല്ലേ? ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ, കോഴി അവശിഷ്ടങ്ങൾ എന്നൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.